വൈകുന്നേരങ്ങളിൽ ചായക്ക് പറ്റുന്ന ഒരു മൈസൂർ ബോണ്ടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഈ തൈര് മിക്സിലേക്ക് തൈര് അളന്നെടുത്ത് അതേ കപ്പിൽ 1.5 കപ്പ് മൈദ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഇത് കൈവച്ച് മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് അടിച്ചെടുക്കണം. ഇങ്ങനെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാള, ചെറിയൊരു സവാള ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ചെറിയ സ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുക കറക്റ്റാണോ എന്ന്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ചീനച്ചട്ടിയാണ് എടുത്തത്. അതിലേക്ക് ഓയിൽ ചേർക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരണം. ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. എണ്ണയിലിടുന്ന സമയത്ത് ഷേപ്പില്ലെങ്കിലും അത് നല്ല ഷേപ്പായിട്ട് വന്നോളൂ. ഈ ഒരു കളറാകുന്ന സമയത്ത് കോരി മാറ്റാം. ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തേങ്ങാ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.